നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കുവാൻ ആന്തരിക സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവഹിതത്തിനെതിരായ പ്രേരണകൾ നൽകിയാണ് സാത്താൻ ദൈവിക പദ്ധതികളെ തകർക്കുന്നതിൽ വിജയം നേടുന്നത്. തിന്മയിൽ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അയാൾ അറിയാതെ തന്നെ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് വഴുതി വീഴുന്നു. നന്മയിൽ ജീവിക്കുന്ന വ്യക്തികൾ ദൈവകൃപ നിറഞ്ഞവരാകുന്നു. ഈ പുണ്യനാളുകളിൽ കൃപയ്ക്കുമേൽ കൃപ നിറഞ്ഞവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് അപ്പസ്തോലനോട് ചേർന്ന് ഏറ്റുപറയാം. തിന്മയ്ക്കു മരിച്ചവരമ്മ തൻ മടിയിൽ കുഞ്ഞിനെ പോലുറങ്ങും. കൃപകളിൽ ജനിച്ചവരമ്മയോടൊപ്പം താതനെ ആരാധിക്കും.